ഇന്ത്യൻ എക്കോണമിയിലെ സെക്കൻഡ് ചാപ്റ്റർ, ആ സെക്കൻഡ് ചാപ്റ്ററിലെ രണ്ടാമത്തെ മെയിൻ സെക്ഷനുമായിട്ടാണ് മക്കളെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഏതാണെന്നറിയാലോ? ഇമ്പാക്റ്റ് ഓഫ് 5 പ്ലാൻസ് ഓൺ അഗ്രികൾച്ചർ. 3 ഇമ്പാക്റ്റ് ആണ് മെയിൻ ആയിട്ടുള്ളത്. മെയിനായിട്ട് 2 ഉള്ളൂ, പക്ഷേ അതിനകത്ത് ഒരെണ്ണോട് സബ്ബായിട്ട് പഠിക്കാനുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിയോ? ലാൻഡ് റീഫോംസ് ഉണ്ട്, അതിൻ്റെ അകത്ത് ഉള്ളിൽ തന്നെ വരുന്നതാണ് ഈ ലാൻഡ് സീലിംഗ്. ദെൻ അടുത്താണ് നമ്മുടെ ഗ്രീൻ റെവല്യൂഷൻ. ഇത് 3 സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കണം. എന്താണെന്ന് അറിഞ്ഞിരിക്കണം, അതിൻ്റെ ഇമ്പാക്റ്റുകൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ഫസ്റ്റത്തെ ലാൻഡ് റീഫോംസ് നോക്കുമ്പോൾ എന്താണ് ലാൻഡ് റിഫോം നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. വേറെ ഒന്നുമില്ല, നമ്മുടെ ലാൻഡിൻ്റെ ഓണർഷിപ്പ് സാധാരണ അവിടെ പണിയെടുക്കുന്ന ആൾക്കാരിലേക്ക് കൊടുക്കുക. ഈ മെയിൻ ആൾക്കാരും ഈ ലാൻഡ് ലോഡ്സും അതുപോലെ തന്നെ ഫാർമേഴ്സിൻ്റെയും ഇടയിലുണ്ടായിരുന്ന ഇൻ്റർമീഡിയറ്റ്സിനൊക്കെ അബോളിഷ് ചെയ്ത് കളയുക എന്നുള്ളതാണ് ലാൻഡ് റിഫോം എന്നുണ്ടെങ്കിൽ. ലാൻഡ് സീലിംഗ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, മാക്സിമം സൈസ് ഒരാൾക്ക് ഓൺ ചെയ്യാൻ സാധിക്കുന്ന സൈസിനെയാണ് നമ്മൾ ലാൻഡിനെയാണ് ലാൻഡ് സീലിംഗ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഗ്രീൻ റെവല്യൂഷൻ എന്തായിരിക്കും? വേറെ ഒന്നുമില്ല, അഗ്രികൾച്ചറൽ സെക്ടറിൽ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവന്നുകൊണ്ട് പ്രൊഡക്ടിവിറ്റിയും എഫിഷ്യൻസിയൊക്കെ കൂട്ടുക. അതാണ് ഗ്രീൻ റെവല്യൂഷൻ്റെ കാര്യത്തിൽ പറഞ്ഞേക്കുന്നത്. ഈ സെക്ഷൻ അങ്ങോട്ട് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചു.